നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ക്യൂബ് ഓഫ് സൈഡ് ബി ഹാസ് എ ചാർജ് q at each vertex. Determine the potential due to this charge array at the center of the cube എന്നാണ്. So we have a cube. So നമ്മൾ ഒരു ക്യൂബ് വരയ്ക്കാം. നമ്മുടെ ക്യൂബ് ഇതായിരിക്കും. കണ്ടോ, ഒരു ക്യൂബാണ്, കണ്ടില്ലേ? സോ വി ഹാവ് എ ക്യൂബ്. ഇനി ഈ ക്യൂബിന്റെ ഒരു സൈഡ് ബി ആണ്, ഒരു സൈഡ് ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദ ദെൻ ഇറ്റ് ഹാസ് എ ചാർജ് ക്യൂ അറ്റ് ഈച്ച് വെർട്ടെക്സ്. എല്ലാ വെർട്ടെക്സിലും ഓരോ ചാർജ് ഇരിപ്പുണ്ട്. ക്യൂ എല്ലാ വെർട്ടെക്സിലും ക്യൂ ഇരിപ്പുണ്ട്. ഹൗ മെനി വെർട്ടീസസ് ആർ ദെയർ? ഇവിടെ 4 വെർട്ടീസസ്, ഇവിടെ 4 വെർട്ടീസസ്, 8 വെർട്ടീസസ്. കോർണേഴ്സ് എത്ര എണ്ണം? 8 എണ്ണം. 8 കോർണറിലും ചാർജ് ഇരിപ്പുണ്ട്. എല്ലാം ക്യൂ ആണ്. ഇനി ഇതിന്റെ സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ? അപ്പൊ ഈ സെന്ററിലേക്ക് എല്ലാ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം അല്ലേ? ആ ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് വിളിക്കാം, ആർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 8 പേര് ഒരുത്തം കാരണമുള്ള പൊട്ടൻഷ്യൽ എന്താ? 1/4πε0 q/r അല്ലേ? അപ്പൊ 8 പേര് ചേർന്നുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എത്ര വരും? V is equal to 8 into 1/4πε0 q/r എന്ന് എടുത്താൽ പോരെ? എടുത്താൽ മതി. ഇതിനകത്ത് ആർ എന്താണെന്ന് വരും. വാട്ട് ഈസ് ആർ? ആർ എന്ന് പറഞ്ഞാൽ ഡയഗണലിന്റെ ഹാഫ് അല്ലേ? ഡയഗണലിന്റെ ഹാഫ് വരും. അപ്പോൾ ഡയഗണൽ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ഡയഗണൽ എന്ന് പറഞ്ഞാൽ √(b²+b²+b² എന്നാണ്, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര വരും പറയൂ? ആർ ഈസ് ഈക്വൽ ടു √3b²/2. അപ്പോൾ √3b ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്തിൻ്റെ ആൻസർ? ആർ. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ v ഈക്വൽ ടു എത്ര വരും? 8 into 1/4πε0 q ഡിവൈഡഡ് ബൈ √3b/2. ആ 2 മേല് വരും. അപ്പോൾ എത്രയായി? v ഈക്വൽ ടു പറയൂ. 2 മേല് വരുമ്പോൾ ഇത് എത്രയായി? 16 എന്നായി. 16 into 1/4πε0 q/√3b. വേണമെങ്കിൽ ഇതിനെ ഒന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പ്രത്യേക ഗുണമൊന്നുമില്ല. ഇൻ ടേംസ് ഓഫ് ബി ആൻസർ കിട്ടും, q ആൻഡ് b. അപ്പോൾ ഒന്നും കൂടെ see, we have a cube here. At each vertex there will be a charge q. Then each side is b. What is the potential at the center? It is a question. So what is the distance from this charge to center? R. Distance from each charge to center? R. See, what is R? R means half of diagonal. So diagonal divided by 2. What is a diagonal? Root of side square b² plus b² plus b², root of b² plus b² plus b². It is diagonal, that divided by 2. So you are getting root of 3 times b² by 2. So b taken out, then that is answer of R. Then potential due to one charge is 1/4πε0 q/r. Then potential due to 8 charges will be 8 times 1/4πε0 q/r. Put for R, you will get your answer. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? സിമ്പിൾ അല്ലേ അത്? അടുത്ത ദിവസം വായിച്ചു നോക്കൂ. വായിച്ചോ? അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 tiny spheres carrying charges 1.5 microcoulomb and 2.5 microcoulomb are located 30 centimeter apart. അപ്പം നമ്മുടെ കയ്യിൽ 2 സ്ഫിയേഴ്സ് ഉണ്ട്. അതിൻ്റെ ചാർജ് 1.5 മൈക്രോകൂളോമും 2.5 മൈക്രോകൂളോമാണ്. ഇനി ഇതാണ് ആദ്യത്തെ സ്ഫിയർ എന്ന് വെച്ചോളൂ. ഇതിൻ്റെ ചാർജ് 1.5 മൈക്രോകൂളോം. അടുത്തത് 2.5 മൈക്രോകൂളോം. Then these are 30 centimeter apart. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം 30 centimeter ആണ്. Then find the potential at the midpoint. So what is of this line? ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്ര എന്നാണ്. സോ നിങ്ങൾ തന്നെ പറയൂ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇവൻ പ്ലസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇവൻ ആഡ് ചെയ്താൽ പോരെ? പറ. പൊട്ടൻഷ്യൽ അറ്റ് മിഡ് പോയിന്റ്.
മിഡ് പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം അല്ലേ? നിങ്ങൾ തന്നെ പറയൂ, 1/4πε0 Q1/R1 പ്ലസ് 1/4πε0 Q2/R2 എടുത്താ പോരെ? പറയൂ 1/4πε0 പറയൂ Q1 എത്രയാ? 1.5 മൈക്രോ കൂളോം ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ R1 എന്താന്ന് പറയും? 15 സെന്റിമീറ്റർ. അപ്പൊ 15 ഇൻറ്റു 10⁻⁻2 പ്ലസ് 1/4πε0 പറയൂ Q2 എന്താണ്? 2.5 മൈക്രോ കൂളോം. അപ്പൊ 2.5 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ R2 എന്താണ്? ഇവിടെ തൊട്ട് ഇതുവരെ 15 സെന്റിമീറ്റർ. അപ്പൊ 15 ഇൻറ്റു 10⁻⁻2. അപ്പൊ എന്ത് വരും? രണ്ടിലും കോമൺ ആയിട്ടുള്ള എടുക്കുക. 1/4πε0 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 10⁻9 രണ്ടിലും കോമൺ. ബാക്കി എന്തുണ്ട്? 10⁻⁻6 കോമൺ ഉണ്ട്. ബാക്കി 15 ഇൻറ്റു 10⁻⁻2 എടുക്കുക. ബാക്കി ബാലൻസ് പറയണം. ഇതെടുത്തു. ബാലൻസിന് 1.5 മൈനസ് ബാലൻസ് പറ. അവിടെ സോറി മൈനസ് അല്ല പ്ലസ് 2.5. ഇനി ബാക്കി നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തൂടെ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 4 ആയി. അപ്പോൾ ബാക്കി മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. യു വിൽ ഗെറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ മിഡ് പോയിന്റ്. ഇതൊരു സിമ്പിൾ അല്ലേ? വി ഹാവ് 2 ചാർജസ്, 1.5 മൈക്രോ കൂളോം, 2.5 മൈക്രോ കൂളോം. See the distance between them 30 centimeter. What is the potential at this point, at the midpoint? See, potential due to first charge plus potential due to second charge. So 1/4πε0 Q1/R1 plus 1/4πε0 Q2/R2. So put the values, you will get your result. So that much old. Okay, simplify it all now. Then what is the next? At a point 10 centimeter from this midpoint in a plane normal to the line and passing through the midpoint. See again the same two charges, 1.5 micro coulomb, 2.5 micro coulomb. The distance between them 30 centimeter. At a point 10 centimeter from this midpoint. So this is a midpoint. Then at a point 10 centimeter from this. So this is a point. Then this distance is 10 centimeter and passing through midpoint. See, normal to this line. So point is at a distance 10 centimeter from this point and is perpendicular to this line. So what is the potential at P? It is the next question. See, what is the total distance? 30. So this will be 15. This will be 15. See, this distance and this distance. What about the distances? Shall we calculate? See, നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെ ഇരിക്കും? മിഡ് പോയിന്റ് ആവുകൊണ്ട് this distance and this distance equal. See, 15, you find this 15, 10. So find this. What is it? Root of, tell me, root of 15 square plus 10 square. It is answer. So root of, what is 15 square? 225 plus 100. So it is root of 325. So what is answer of this? Root of 325. Am I right? So what is the potential at this point? Tell me. Potential is equal to potential due to this one plus potential due to this one. Say 1/4πε0 Q1/R1 plus 1/4πε0 Q2/R2. Then 1/4πε0. What is Q1? It is 1.5 into 10⁻⁻6 divided by what is R1? It is root of 325. Then plus 1/4πε0. What is Q2? 2.5 micro coulomb into 10⁻⁻6 divided by root of 325. This distance is also root of 325. That much centimeter. Don't forget it. So into 10⁻⁻2. So into 10⁻⁻2. You don't forget that. Okay. Then calculate. See what is common? 10⁻⁻6 common. 1/4πε0 common. Then root of 325. Then into 10⁻⁻2 common. Balance 1.5 plus 2.5. Am I right? Okay, you can calculate. So that is a potential at this point. So listen here. How many charges? 2 charges. Then this is a midpoint. Your point is at a distance 10 centimeter from this and perpendicular to this line. So what is the potential at a point P? So listen, this side is 15, this side is 10. So what will be this side? Root of 15 square plus 10 square. So this much centimeter.
that you have to convert to meter. So that into 10 raised to minus 2 meter. Then potential due to this plus potential due to this. It is a total potential at P. So 1 by 4 pi epsilon 0, this divided by this plus 1 by 4 pi epsilon 0, 2.5 microcoulomb divided by this distance. So common one is taken out, balance inside, calculate that much volt. You can calculate. Okay. അടുത്ത വായിക്കൂ. 14 ഒരു വളരെ നല്ലൊരു ക്വസ്റ്റൻ ആണ്, നന്നായിട്ട് വായിക്കണം. എൻട്രൻസിനൊക്കെ സ്ഥിരം ആവശ്യം വരുന്നൊരു ക്വസ്റ്റൻ ആണ്. വായിക്കൂ. വായിച്ചോ? എന്താണ് ക്വസ്റ്റ്യൻ? എ സ്ഫെറിക്കൽ conducting shell of inner radius r1 and outer radius r2 has a charge q. So we have a shell. So this is the shell. This is a shell. Three thickness undannu vecholu. So this is your shell. Then its inner radius r1, outer radius r2. Then it has a charge q. So when you give a charge to a shell, the charges reside on surface. So charges reside on surface. Okay. Then a charge q, small q is at the center. In the center small q ഉണ്ട്. Then what is the surface charge density on inner and outer surface? This is the inner surface, that is outer surface. അവിടുത്തെ surface charge density കാണാം. What is the equation to calculate surface charge density? Charge by area. Am I right? Charge by area. Surface charge density of inner is equal to charge of inner surface divided by its area. What is the area of inner surface? Sphere. What is the area? 4 pi r square. 4 pi r1 square. Okay. What is the surface charge density of outer one? See, charge of outer surface divided by what is its area? 4 pi r2 square. No doubt. Then put the values. Listen here. This is a charge q. Am I right? ഇങ്ങനെ ഒരു ചാർജ് ഇവിടെ ഇരുന്നാൽ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ ഇതിന്റെ ഇന്നർ സർഫസിൽ ഇൻഡ്യൂസ്ഡ് ആവും. സംശയമൊന്നുമില്ല. അപ്പോൾ ഔട്ടർ സർഫസിൽ ഒരു പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ്ഡ് ആവും. അത്ഭുത സംഭവങ്ങളൊന്നുമല്ല. Now what about the charge of inner surface? Negative q. So charge of inner surface negative q divided by 4 pi r1 square is the surface charge density of inner. ഒരുപാടുമില്ല. Then what is the charge of outer? പറയൂ. ഔട്ടറിലെ ഇപ്പോഴത്തെ ടോട്ടൽ ചാർജ് എത്രയാ? q plus q അല്ലേ? So q plus q divided by what is it? 4 pi r2 square. Over. അത്രേ ചോദിച്ചിട്ടുള്ളൂ, കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല. We have a shell. ഷെല്ലിന് ഇത്തിരി തിക്നെസ് ഉണ്ടെന്ന് വെച്ചോളൂ. So inner radius r1, outer radius r2. Then a charge capital Q is given to it. So the charges will reside on its surface, no doubt. Then there is a charge small q at its center, no doubt. Then what is the surface charge density of inner surface and outer surface? It is a question. Surface charge density is equal to charge divided by area. Surface charge density of inner surface is equal to charge of inner surface by area of inner surface. Charge of inner surface divided by area of inner surface is 4 pi r square, 4 pi r1 square. Then surface charge density of outer is equal to charge of outer surface divided by area of outer surface, 4 pi r2 square, no doubt. Then see, if a charge q is at the center, a negative charge, a positive charge is at the center, so negative q will be induced at the inner surface and positive q will be induced at the outer surface, no doubt. So what is the charge of inner surface now? Negative q. So charge of inner negative q, that divided by this. Then what is the total charge of outer surface? Q plus q. So that divided by 4 pi r2 square. So I got the answer of surface charge density of inner and outer. Okay അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയി. ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണേ. അടുത്ത ക്വസ്റ്റൻ വായിച്ചു നോക്കൂ. പിന്നെ ഹൈഡ്രജൻ വായിച്ചു നോക്കൂ പെട്ടെന്ന്. നല്ലൊരു ക്വസ്റ്റൻ ആണത്. വായിച്ചോ. In a hydrogen atom, electrons and protons are at a distance 0.53 angstrom.
ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 0.53 ആങ്സ്ട്രോൺ. ഹൈഡ്രജൻ ആറ്റം അറിയാമല്ലോ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിനകത്ത് ഹൈഡ്രജൻ ആറ്റം ന്യൂക്ലിയസ് എടുത്താൽ അതിനകത്ത് ഒരു പ്രോട്ടോൺ കാണും, ഒരു പ്രോട്ടോൺ. ന്യൂട്രോൺ ഉണ്ടോ? ഇല്ല. ഹൈഡ്രജൻ ഓർഡിനറി ഹൈഡ്രജൻ്റെ പേര് പ്രോട്ടിയോ എന്നാണ്. അതിനകത്ത് ഒരു പ്രോട്ടോണേ കാണും. ഇനി ചുറ്റും കറങ്ങുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണാണ്. ഒരു ഇലക്ട്രോൺ അവിടെ കറങ്ങും. ഇതാണ് സാധാരണ ഹൈഡ്രജൻ. അപ്പോൾ ഒരു പ്രോട്ടോണും ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോണും ഉണ്ട്. ഈ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ദൂരം what is the distance? R is equal to 0.53 ആങ്സ്ട്രോം. ആങ്സ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ബൈ ഹാർട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു വാല്യൂ ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് എന്നും പറഞ്ഞ് ഫസ്റ്റ് ഇയർ പ്രോബ്ലത്തിൽ ചെയ്യാനുണ്ടായിരുന്ന ഈ വാല്യൂ തന്നെ. അപ്പോൾ അത് കാണാതെ പഠിച്ചു ചെയ്യുക. റേഡിയസ് എത്ര? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ്. സോ ഇറ്റ് ഈസ് എ റേഡിയസ് ആക്ച്വലി. സോ വാട്ട് ഈസ് എ റേഡിയസ്? 0.53 ആങ്സ്ട്രോം. അത് ബൈ ഹാർട്ട് ചെയ്യണം. ഇനി എസ്റ്റിമേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം in EV. You have to calculate potential energy of this system. പ്രോട്ടോൺ ഇലക്ട്രോൺ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. ദെൻ എന്താണ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റി ഈസ് 0 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സേ we have a proton here and electron here. Distance between them is this one. So what is a potential energy? പറ, what is a potential energy? സജിനെ പറ. Potential energy is equal to, നമ്മൾ പഠിച്ചല്ലേ എന്താണ്? 1/4πε0 Q1 Q2 divided by R. നമ്മൾ പഠിച്ചല്ലേ? We have Q1 Q2 distance R. So what is the potential energy? 1/4πε0 Q1 Q2 by R. So what is the value? 9 into 10⁻⁹ into what is Q1? പ്രോട്ടോൺ. പറ, പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? 1.6 into 10⁻⁻19 into Q2 ഇലക്ട്രോണിന്റെ ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ഇട്ട് എഴുതണം. 1.6 into 10⁻⁻19 ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ എത്ര? 0.53 into 10⁻⁻10 മീറ്റർ. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് എഴുതുമ്പോൾ ഇ എഴുതുമ്പോഴും എഫ് എഴുതുമ്പോഴും നമ്മൾ എന്തിൻ്റെ വാല്യൂ ഇട്ടില്ല? സൈൻ ഇട്ടില്ല. ഇയും എഫും എഴുതിയപ്പോഴത്തേക്ക് എന്തിട്ടില്ല? സൈൻ ഇടാതെയാണ് എഴുതിയത് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ വെക്ടർ നൊട്ടേഷൻ നോക്കിയിട്ടാണ് ഇതെല്ലാം ഡയറക്ഷനൊക്കെ പറഞ്ഞത്. ഇനി അടുത്ത ഏതാണ്? പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയൊക്കെ പറയുമ്പോഴത്തേക്ക് എന്ത് ഇടണം? കൃത്യമായിട്ട് സൈൻ ഇടണം. ഓക്കെ, മറന്നു വരുത്. അപ്പോൾ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി? ഇത്രയല്ലേ? അപ്പോൾ ഇത്രയും ജൂൾ എന്ന് കിട്ടും, സംശയമില്ല. ഇനി ജൂളിൽ കിട്ടിയാൽ ഇതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ എന്ത് ചെയ്യും? 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6 into 10⁻⁻19 ജൂൾ എന്നല്ലേ പഠിച്ചേ? അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കാൻ മൾട്ടിപ്ലൈ ചെയ്യണം 1.6 into 10⁻⁻19 കൊണ്ട്. അപ്പോൾ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്തോ. അപ്പോൾ 9 into 10⁻⁹ into 1.6 into 10⁻⁻19 into minus 1.6 into 10⁻⁻19 divided by 0.53 into 10⁻⁻10 that divided by this. So 1.6 into 10⁻⁻19. അപ്പോൾ യുവർ ആൻസർ ഈസ് നൗ ഇൻ ഇലക്ട്രോൺ വോൾട്ട്. നിങ്ങളുടെ ആൻസർ ഇപ്പോൾ എന്തിലായി? ഇലക്ട്രോൺ വോൾട്ടായി. വെട്ടി ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്യുക. യു ക്യാൻ കാൽക്കുലേറ്റ് യുവർ ആൻസർ. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 27.2 EV, negative 27.2 EV. It is answer of potential energy. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. So listen here. We have a proton, we have an electron. Distance between them is R equal to 0.53 angstrom. Then say potential energy of the system is equal to, we have a two charge system. What is the potential energy? 1/4πε0 Q1 Q2 by R. So 1/4πε0 Q1 is proton charge. So Q2 is electron charge. Then put signs, then R is this one. Calculate. You will get your answer in joule. Then how will you convert the joule to electron volt? That is divided by 1.6 into 10⁻⁻19. You are getting your answer. What is the potential energy? Minus 27.2 EV. Got it? Now, what is the next one? See, what is the minimum work required to free this electron? Given its kinetic energy is half the magnitude of potential energy. എന്താണ് ഈ ഇലക്ട്രോണിനെ ഇവിടെ നിന്ന് വെളിയിൽ ചാടിക്കാൻ വേണ്ടി വാട്ട് ഈസ് എനർജി റിക്വയർഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പം നമുക്ക് പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. നമ്മൾ കഴിഞ്ഞ വർഷം സാറ്റലൈറ്റിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? സാറ്റലൈറ്റിൻ്റെ
പൊട്ടൻഷ്യൽ എനർജി ഓർമ്മയുണ്ടോ? പൊട്ടൻഷ്യൽ എനർജിയാണ് ആദ്യം കണ്ടുപിടിച്ചിട്ട് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചിട്ട് കൈനറ്റിക് എനർജി കാണാൻ എന്താ ചെയ്തേ നിങ്ങൾ? എന്താണ് അന്ന് ഞാൻ പഠിപ്പിച്ചതാണ്, പൊട്ടൻ കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടനെ ആലോചിക്കുക. ഇനി കുട്ടനെ കാണാൻ പോവാണ്. കുട്ടനെ കാണാൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഇടുക, ഹാഫ് ഓഫ് പൊട്ടൻ എടുക്കുക, മറക്കരുത്. അപ്പൊ ഇതാണ് നമ്മുടെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്, ഓർത്ത് വയ്ക്കുക. എന്താണ് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. ആദ്യം പൊട്ടൻ. അപ്പൊ നോക്കൂ സജിൻ, മറന്നു വരുത്, നിന്റെ പേര് മറന്നു വരുത്. എന്താണ്? പൊട്ടൻ എന്നാണ് അല്ലേ? ആണ്. അബ്ദുള്ള അല്ലേ? ആണ്. ഓക്കെ. അപ്പൊ പൊട്ടൻ. അപ്പൊ പൊട്ടന്റെ ആൻസറിൽ നെഗറ്റീവ് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? കുട്ടനായി, മറക്കരുത്. ഇനി അടുത്ത് ടോട്ടൽ എനർജി കാണാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എനർജി കാണാൻ എന്താ ചെയ്ത്? നെഗറ്റീവ് ഇട്ടിട്ട് കൈനറ്റിക് എനർജിയുടെ ആൻസർ എഴുതി. ശരിയല്ലേ? അപ്പൊ മറക്കരുത്. അപ്പൊ അന്ന് ഞാൻ പഠിപ്പിച്ചൊക്കെ ഓർമ്മയുണ്ടോ? പൊട്ടൻ, കുട്ടൻ, തൊട്ടി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? അപ്പൊ ആദ്യം ആരെ പറ്റി ഓർക്കണം? പൊട്ടനെ പറ്റി ആലോചിക്കണം. ഇനി കുട്ടനെ കാണാൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഹാഫ് ഓഫ് പൊട്ടൻ അല്ലേ? ഇനി തൊട്ടിയെ കാണാൻ എന്ത് ചെയ്യണം? തൊട്ടി കാണാൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഓഫ് കുട്ടൻ. അപ്പൊ മറക്കരുത്, ഇത് ഓർത്ത് വയ്ക്കുക. പറഞ്ഞു എന്തൊക്കെയാണ്? പൊട്ടൻ, പറയൂ പൊട്ടൻ. അടുത്ത് കുട്ടനെ കാണാൻ അടുത്ത കുട്ടനാണ്. കുട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഹാഫ് പൊട്ടൻ. അടുത്ത് പറയൂ. അടുത്ത് തൊട്ടി. നോക്കൂ തൊട്ടി ഈസ് ഈക്വൽ ടു പറയൂ നെഗറ്റീവ് ഓഫ് കുട്ടൻ. ഇങ്ങനെ ഓർത്തിരുന്നാൽ നിങ്ങൾ മറക്കില്ല. സോ ദിസ് ഇക്വേഷൻ വി സ്റ്റഡീഡ് ഇൻ ദ കേസ് ഓഫ് എന്താണ്? മോഷൻ ഓഫ് സാറ്റലൈറ്റ്സ്. റൈറ്റ്? ദ സെയിം ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഹിയർ ആൾസോ. സോ ലിസൺ, വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? എന്താണ് പറയുക? ഇറ്റ് ഈസ് ഗിവൺ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഈസ് ഹാഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് പണ്ടേ അറിയാം, അവർ പറഞ്ഞില്ലെങ്കിലും അറിയാം. സോ ലിസൺ. സോ പറയൂ, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കൂ. വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് ഇലക്ട്രോൺ? ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. ആം ഐ റൈറ്റ്? എന്നിട്ട് എന്ത് സൈൻ കൂടെ ഇടണം? മൈനസ് കൂടെ ഇടണം, മറക്കരുത്. ഈക്വൽ ടു നെഗറ്റീവ് ഹാഫ് പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് കിട്ടിയ എത്രയാ? 27.2 എന്നാണ്. നെഗറ്റീവ് 27.2. അപ്പൊ ആൻസർ എത്ര വരും? നെഗറ്റീവ് പോസിറ്റീവ് 13.6 EV. സോ കൈനറ്റിക് എനർജി ഈസ് ആൾവേസ് പോസിറ്റീവ്. കൈനറ്റിക് എനർജി എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോൺ ആ സിസ്റ്റത്തിന്റെ എന്തൊക്കെ കിട്ടി? പൊട്ടൻഷ്യൽ എനർജി കിട്ടി, കൈനറ്റിക് എനർജി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ടോട്ടൽ എനർജി പറയൂ. വാട്ട് ഈസ് എ ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ടോട്ടൽ എനർജി കാണാൻ നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി എന്നാണ് ഇക്വേഷൻ. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, നെഗറ്റീവ് ഇട്ടിട്ട് കൈനറ്റിക് എനർജിയുടെ ആൻസർ 13.6 EV. ഡൗട്ട് ഉണ്ടോ? സോ വാട്ട് ഈസ് എ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ? ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് -13.6 EV. അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രോണിനെ വെളിയിൽ കൊണ്ടുവരാൻ എത്ര എനർജി വേണമെന്നാണ് ക്വസ്റ്റ്യൻ. പറ. -13.6 ആണ് ഇലക്ട്രോണിന്റെ എനർജി. അതിനെ 0 ആക്കിയാൽ, അവന്റെ എനർജി 0 ആക്കിയാൽ അവനെ ചവിട്ടി വെളിയിൽ കളഞ്ഞൂടെ? സോ വാട്ട് ഈസ് എ എനർജി റിക്വയർഡ് ടു റിലീസ്? എനർജി റിക്വയർഡ് ടു ഫ്രീ ദ ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ഫ്രീ ആക്കാൻ വേണ്ടി എത്ര എനർജി കൊടുക്കണം? പറയൂ. +13.6 EV. സ്ട്രൈറ്റ് അങ്ങ് എഴുതിയാൽ മതി. സോ വൺസ് അഗൈൻ, വാട്ട് ഈസ് എ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് പൊട്ടൻഷ്യൽ എനർജി? 1/4πε0 Q1 Q2 R. അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. സി കൈനറ്റിക് എനർജി എങ്ങനെ കാണും? കൈനറ്റിക് എനർജി കുട്ടനെ ആലോചിക്കുക. കൈനറ്റിക് എനർജി എന്താണ്? നെഗറ്റീവ് ഹാഫ് പൊട്ടൻ. അപ്പൊ നെഗറ്റീവ് ഹാഫ് പൊട്ടൻ. പറ. നെഗറ്റീവ് ഹാഫ് പൊട്ടന്റെ ആൻസർ എഴുതി. ഓക്കെ. അപ്പൊ കൈനറ്റിക് എനർജി എത്ര? 13.6 EV. ഇനി അടുത്ത തൊട്ടിയാണ് വേണ്ടത്. വാട്ട് ഈസ് എ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ? ടോട്ടൽ എനർജി ഇടാൻ നെഗറ്റീവ് ഇട്ടിട്ട് കൈനറ്റിക് എനർജി. അപ്പൊ നെഗറ്റീവ് ഇട്ടിട്ട് 13.6. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ വാട്ട് ഈസ് എ ടോട്ടൽ എനർജി ഓഫ് ദിസ് ഇലക്ട്രോൺ? -13.6 EV. So how much energy is to be supplied to remove this electron? +13.6 EV is to be supplied. Then the total energy of the electron becomes 0 and it can be removed. മനസ്സിലായ? അപ്പൊ അതുമായി. ഇനി അടുത്തെന്താണ്? What are the answers to these if the zero of potential energy is at 1.06 angstrom separation? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ ഇവിടെ? വേർ ഈസ് എ സീറോ ഓഫ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി 0 ആവുന്നത് എവിടെയാണ്? നമ്മൾ എടുത്തത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ എന്നാണ്. എത്ര ഡിസ്റ്റൻസിലാ? ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ എന്നാണ് അല്ലേ? അപ്പോഴേ ഈ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ ഒറിജിനൽ ഇക്വേഷൻ ഞാൻ പറയാം.
പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ഒറിജിനൽ ഇക്വേഷൻ. നമ്മുടെ ഫസ്റ്റ് കേസിൽ R2ൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഇൻഫിനിറ്റി ആയിരുന്നു. ഫസ്റ്റ് കേസിൽ R2ൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഇൻഫിനിറ്റി ആയിരുന്നു. അപ്പോൾ 1/∞ ഈ ടേം അങ്ങ് പോയി. അപ്പോൾ എന്തായി? 1/4πε0 Q1 Q2 R1. അതാണ് R എന്ന് പറഞ്ഞ് നമ്മൾ എടുത്ത് ചെയ്തത്. അപ്പോൾ ഇനി രണ്ടാമത്തെ കേസിൽ അങ്ങനെ അല്ല. ഇപ്പം നിങ്ങളുടെ പ്രോട്ടോണും ഇലക്ട്രോണും ഇരിക്കുന്ന ദൂരം എത്രയാ? R1 എത്രയാ? 0.53 × 10⁻⁻10 അല്ലേ? ഇനി ഈ സാധനങ്ങളെ എത്ര ദൂരത്തിൽ? 1.6 ആങ്സ്ട്രം 1.06 സെപ്പറേഷനിൽ വയ്ക്കുന്നു. അപ്പോൾ R2ൻ്റെ വാല്യൂ എത്രയാ? 1.06 ആങ്സ്ട്രം ഇൻറ്റു 10⁻⁻10 മീറ്ററിൽ വെച്ചാൽ പൊട്ടൻഷ്യൽ 0 എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. മനസ്സിലായില്ല? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2 R അല്ലേ? ആണ്. അതിൻ്റെ ഒറിജിനൽ ഫോമാണ് ഞാൻ പറഞ്ഞത്. 1/4πε0 Q1 Q2 ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്നാണ് ഒറിജിനൽ ഫോം. ഇനി നമ്മൾ നോർമലി പൊട്ടൻഷ്യൽ എനർജി അറ്റ് ഇൻഫിനിറ്റ് സെപ്പറേഷൻ ആണ് 0 എന്ന് എടുക്കുന്നത്. അപ്പോൾ അവിടുത്തെ കേസിൽ R2ൻ്റെ വാല്യൂ നമ്മൾ എത്ര എന്ന് എടുക്കും? ഇൻഫിനിറ്റിയിൽ നിന്ന് എടുക്കും. R1 എന്നുള്ളത് നമ്മുടെ R1 എടുക്കും. ഓക്കെ. ഇനി ഈ പ്രോബ്ലത്തിൽ അങ്ങനെ എടുക്കരുതെന്ന്. എങ്ങനെ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ 0 പൊട്ടൻഷ്യൽ ഉള്ളത് ഇൻഫിനിറ്റി സെപ്പറേഷനിലല്ല, പിന്നെയോ 1.06 ആങ്സ്ട്രം സെപ്പറേഷനിലാണെന്ന്. അപ്പോൾ R2ൻ്റെ വാല്യൂ എത്രയെന്ന് കൊടുക്കണം? 1.06 ആങ്സ്ട്രം എന്ന് കൊടുക്കണം. R1 എത്ര തന്നെ? ഇത് തന്നെ. ഓക്കെ. ഫസ്റ്റ് കേസിൽ R1 ഇത് തന്നെ, R2 എത്രയെന്ന് കൊടുത്തു? ഇൻഫിനിറ്റി. ഇനിയുള്ള കേസിൽ എങ്ങനെ കൊടുക്കണം? R1 ഇത് തന്നെ, R2 എത്രയെന്ന് കൊടുക്കണം? ഇതെന്ന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ പൊട്ടൻഷ്യൽ എനർജി? വാട്ട് ഈസ് യുവർ പൊട്ടൻഷ്യൽ എനർജി? പറയൂ. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി? 1/4πε0 Q1 Q2 അതിൻ്റെയൊക്കെ വാല്യൂ ഇടൂ. 1/4πε0 9 × 10⁻⁹. Q1 എത്രയാ? 1.6 ഇൻറ്റു പ്രോട്ടോണിൻ്റെ ചാർജ് മൈനസ് 19. ഇനി അടുത്ത Q2ൻ്റെ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 1/R1 എത്ര? 0.53 ഇൻറ്റു 10⁻⁻10 മൈനസ് 1/R2 എത്രയാ? 1.06 ഇൻറ്റു 10⁻⁻10. ഇനി കോമൺ ആയിട്ടുള്ളതൊക്കെ നമുക്ക് പുറത്തെടുക്കാം. പറഞ്ഞോ. സീക്വൽ ടു 9 ഇൻറ്റു 10⁻9 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു മൈനസ് 1.6 ഇൻറ്റു 10⁻⁻19. ഇനി ഇത് രണ്ടെണ്ണത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ പറ. എന്ത് പുറത്തെടുക്കാം? അടിയിലിട്ടാൽ മതി. 0.53 ഇൻറ്റു 10⁻⁻10 ഇങ്ങ് പുറത്തെടുത്തൂടെ? 0.53യുടെ ഡബിൾ അല്ലേ 1.06 അല്ലേ തന്നെ? അപ്പോൾ നോക്കൂ. അപ്പോൾ എന്താണ്? അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആൻസർ പറ. ഇപ്പം ഇതിനകത്ത് 1/ പിന്നെ 1 ഉള്ളൂ. മൈനസ് ഇതിനകത്ത് എത്ര വരും? 1/ എത്ര വരും? 2 എന്ന് വരില്ലേ? ഓക്കെ. ഇനി ബാക്കി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഞാൻ പറയണോ? ബാക്കി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ ജൂൾ. അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് യുവർ ആൻസർ ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഒന്നും കൂടെ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഇത് പറയാം. നല്ലൊരു ക്വസ്റ്റൻ ആണേ. See, we have a proton here, electron here. What is the potential energy of the system? 1/4πε0 Q1 Q2 R. No doubt. Then, what is the kinetic energy? What is the kinetic energy? Kinetic energy ആണ് equation പറ. Negative half potential energy. Okay. ഇനി total energy ആണ് equation പറ. Negative kinetic energy. Okay. Then, so the total energy of electron is negative 13.6 eV. Total energy is negative. Total energy of the electron is negative. It means that chemistry പഠിച്ചത് പറ. Total energy is negative implies that the electron is bound to the nucleus. Total energy is negative. It means that the electron is bound to nucleus. It is a meaning. See, total energy of that electron is minus 13.6 eV. How much energy is to be supplied to release it? So, plus 13.6 eV is to be supplied. Then its total energy becomes 0 and it can be removed from the orbit. Am I right? So, it is a energy required. Then, see, in this case, see, what is the original equation to calculate potential energy? 1/4πε0 Q1 Q2 into 1/R1 minus 1/R2. In this case, R2 is infinity. In this case, R2 is infinity, R1 is R. Okay. Then,
in the next section, you have to keep R1 as 0.53 into 10 raised to minus 10 and R2 as 1.06 into 10 raised to minus 10. Okay, in that way you calculate the potential energy. Okay, you will get your new potential energy. Am I right? Accordingly, the other answers also change. Clear?